ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് ശേഷം, അതായത് മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടുള്ള പ്രതിഷേധത്തിന് ശേഷം ജന്തർ മന്ദിറിലെ ഈ സമരപന്തൽ അത് പൂർണ്ണമായും പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു സേനാ അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ സമരപന്തൽ ഇവിടെ നിന്നും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സോനം വാങ്ചുക 22 ദിവസം നിരാഹാര സമരമിരുന്ന സമരപന്തലാണിത്. അതോടൊപ്പം തന്നെ അഭിജിത് ദീപ്കയും മറ്റു അംഗങ്ങളുമൊക്കെ തന്നെയും ഈ മേഖലയിൽ ഈ സ്റ്റേജിലാണ് പൂർണ്ണമായും നിരാഹാര സമരം തുടർന്നിരുന്നത്. ഈ ഒരു സമരപന്തലാണ് ഇപ്പോൾ പൂർണ്ണമായും ഡൽഹി പോലീസും സേനാ വിഭാഗങ്ങളും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം, വലിയ തോതിൽ ഈ പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിരുന്നു. അവരുടെ ചെരുപ്പുകളും മറ്റു സാമഗ്രികളടക്കം ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എത്രത്തോളം അക്രമാസക്തമായിക്കൊണ്ടാണ് പോലീസ് ഇവിടെ നിന്നും ഈ ആളുകളെ നീക്കം ചെയ്തതെന്നുള്ളത് കൃത്യമാവുകയാണ്. അവരുടെ കൊടിത്തോരണങ്ങൾ അടക്കമുള്ളവ ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് അവരുടെ സാമഗ്രികളടക്കം ഇപ്പോൾ ഇവിടെ നിന്നും എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരപന്തലിൽ അവർ ഉപയോഗിച്ചിരുന്ന ഭരണഘടന, അതോടൊപ്പം തന്നെ മറ്റു ഈ ശില്പങ്ങളടക്കമുള്ളവ ഉണ്ട്. അവയൊക്കെ തന്നെയും പൂർണ്ണമായും ഡൽഹി പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഈ ജന്തർ മന്ദിറിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് നൽകിയിരുന്ന അടിയന്തര സഹായങ്ങൾക്കായിട്ട് നൽകിയിരുന്ന മരുന്നുകളൊക്കെ തന്നെ ഇവിടെ ചിഹ്നം ഭിന്നമായിട്ട് കിടക്കുകയാണ്. ഇത് ഒക്കെ തന്നെയും ഡൽഹി പോലീസിൻ്റെ ഒരു നരനായാട്ട് എത്രത്തോളമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡൽഹി പോലീസ് പൂർണ്ണമായും ജന്തർ മന്ദിർ വളഞ്ഞിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം, പ്രത്യേകിച്ചും 23 ദിവസമാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നടന്നത്. ഈ പ്രതിഷേധത്തെ ഇപ്പോൾ ഡൽഹി പോലീസ് അടിച്ചമർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നും ഈ പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ വിവിധ സംഘടനകൾ ഐസയുടെ ടെൻ്റാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു. അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ബാഗുകളും വസ്ത്രങ്ങളും കൊടിത്തോരണങ്ങളും ഒക്കെ തന്നെയുണ്ട്. അവരുടെ ടെൻറ്റ് പൂർണ്ണമായും ഇങ്ങനെ നശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്കാണ് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. മറ്റൊന്ന്, SFI അടക്കമുള്ള സംഘടനകളുടെ ടെൻറ്റുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ തന്നെയും പൂർണ്ണമായി ഇങ്ങനെ നശിപ്പിച്ച് തകർത്തിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായും ഡൽഹി പോലീസിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നരനായാട്ടിലേക്ക് തന്നെ ജന്തർ മന്ദിർ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ അനുമതി ഉണ്ടായിരുന്നില്ല ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കൃത്യമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഒരു ഘട്ടത്തിൽ കടന്നു. പിന്നീട് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. തണ്ണീർ വാതകം പ്രയോഗിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായും നീക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് SFIയുടെ ആദർശം സജി അടക്കം നിരാഹാര സമരം ഇരുന്നിരുന്ന ഈ ഒരു ടെൻറ്റ് അത് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. പോലീസ് അവരെ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. അവരിപ്പോഴും ഈ സമരപന്തലിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വിശാലമായിട്ടുള്ള സമരപന്തലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസ് മാധ്യമങ്ങളെപ്പോലും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, സോനം വാങ്ചുകിന് 2 ദിവസം മുമ്പ് പൂർണ്ണമായും വെള്ള ഷീറ്റ് മറച്ചുകൊണ്ടായിരുന്നു പോലീസ് ഇവിടെ നിന്നും ബലമായിക്കൊണ്ട് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഈ പ്രതിഷേധത്തെ തകർക്കാനുള്ളൊരു നീക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ജന്തർ മന്ദിർ പൂർണ്ണമായിട്ടും പോലീസിൻ്റെ വളയത്തിലാണ്. അത് ഈ പ്രതിഷേധക്കാരെ ഒക്കെ തന്നെയും ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഈ പന്തലുകൾ അത് പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഉണ്ടായിരുന്ന ഈ ടാർപോളിനുകളൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള മഴയിൽ ഉണ്ടായിരുന്നതാണ്. അതോടൊപ്പം ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ വൈദ്യസഹായം നൽകുന്നതിന് ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ മരുന്നുകളൊക്കെ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോലീസുകാർ അവരെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ശൂന്യമാണ് ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന് പറയുന്നത്.
പറയുന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് 23 ദിവസമാണ് CJP ഇവിടെ സമരമിരുന്നത്, നിരാഹാര സമരമിരുന്നത്. മറ്റൊന്ന് 1 മാസമാണ് CJP ഇവിടെ സമരം നടത്തിയത്. 1 മാസത്തിന് ശേഷം ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും അടിച്ചമർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ വിജനമാണ് ജന്തർ മന്ദിർ. ഡൽഹി പോലീസും സേനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഈ ഇത്തരത്തിൽ പന്തൽ കെട്ടിയിരുന്ന സാമഗ്രികളൊക്കെ തന്നെയും പൂർണ്ണമായും ഇവിടെ നിന്ന് ഞൊടിയിടയിൽ പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പൂർണ്ണമായും ഇത് നീക്കം ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി CJPയുടെ പ്രതിഷേധം എങ്ങനെയാകുമെന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അബ്ജിദീപ് കെ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും സമരമുഖത്ത് ഉണ്ട്. മറുവശത്ത്, അതായത് നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരപന്തലായിരുന്നു. മറുവശത്ത് ഇപ്പോഴും സേനാവിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോലീസുകാരുണ്ട്, പ്രതിഷേധക്കാർ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് കൊണാട്ട് പ്ലേസ്, പാർലമെൻറ്റ് സ്ട്രീറ്റ് എന്നീ മേഖലകളിൽ ഇപ്പോഴും പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ സമരം രാജ്യതലസ്ഥാനത്ത് അരങ്ങേറുമ്പോഴാണ് ഡൽഹിയിലെ ജന്തർ മന്ദർ സമാധാനാന്തരീക്ഷത്തിൽ സമരം നടത്തിയിരുന്ന ഈ ജന്തർ മന്ദർ ഇപ്പോൾ പൂർണ്ണമായും സമരപ്പന്തൽ പൂർണ്ണമായും ഡൽഹി പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.